ഹായ് ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഇന്ന് ഡ്യൂട്ടി ഡേ ആണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇന്ന് ഇടുന്നുണ്ട്. എല്ലാവരും കാണണം. ഇവിടെ ഒരു കൗച്ച് കിടക്കുന്നുണ്ട്. അതിൻ്റെ വില കണ്ടോ? നമ്മുടെ നാട്ടിൽ തന്നെ 3 ലക്ഷം രൂപയാണ് അതിൻ്റെ വില, ഒരു കൗച്ചിൻ്റെ വില. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഇന്ന് ഞാനും ജയചൂട്ടനും കൂടെ കാസ്കോ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പൊ നമുക്ക് കാസ്കോയിലെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഫാമിലി പോയിട്ട് കാര്യമുള്ളൂ. നമ്മളെപ്പോലെ ചെറിയ ഫാമിലീസ് പോയിട്ട് കാര്യമില്ല. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല, കാരണം മീറ്റൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, ഒരുപാട് ഒരു 10 മെമ്പറുള്ള കുടുംബത്തിനൊക്കെ ഉള്ള സാധനങ്ങളാണ്. മീറ്റ്, ഫിഷ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ പാക്കേജ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ. പിന്നെ ജയചൂട്ട ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാടിനെ കുറിച്ച് അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഇവിടെയാണ് കാസ്കോ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. പിന്നെ അങ്ങോട്ട് മാറുമ്പോ നെക്സ്റ്റ് ഡ്രിങ്ക്സ് സെക്ഷനാണ്. എല്ലാം പെപ്സി, ലോകത്തെല്ലാം ഉണ്ട്. നല്ല കണ്ണഞ്ചലിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ. ആര് വന്നാലും ഒരു $10,000 സാധനം, എത്ര സാധനം എടുക്കാത്ത ആൾക്കാർ വന്നാലും എടുത്തിട്ടേ പോവുള്ളൂ. അത്രയ്ക്ക് ഇതാണ് കാണാൻ. പിന്നെ ഇതൊക്കെ ഞാൻ പേര് മെൻഷൻ ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട് ഉള്ളത് കൊണ്ട് തന്നെ പേര് മെൻഷൻ ചെയ്യുക. ജസ്റ്റ് കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു. അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് നമ്മുടെ മീറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാല് ഇത് ബ്ലാക്ക് അങ്കസ് മീറ്റ് എന്ന് പറയും. കറുത്ത മൂരീന അറുത്ത മീറ്റാണ്. അതൊക്കെ ഇവിടെ സ്റ്റേക്ക് ആയിട്ടാണ്. അപ്പൊ നമ്മുടെ അവിടെയൊക്കെ പാലൊക്കെ മേടിക്കുന്നത് ചെറിയ പാക്കറ്റിലൊക്കെ അല്ലേ. ഇവിടെ ഇതാണ് കഴിക്കും. മറ്റേ സേമനൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല, ഇനി പോന്നു. രണ്ട് ഞണ്ടാണ് ആയിരിക്കുന്നത്. 2 ഞണ്ടിന് $100. ഇതൊക്കെ ഹർഡാഗ് എന്ന് അറിയില്ലേ, ഗ്രൗണ്ടഡ് ബീഫും പിന്നെ ചിക്കനൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെയാണ്. അതൊരു സംഭവമാണ്. ഞാൻ ഫസ്റ്റ് അമേരിക്കയിൽ വന്നിട്ട് ഞാൻ കാസ്കോയിൽ പോയപ്പോ സത്യത്തിൽ ഞാൻ കുവൈറ്റിലൊക്കെ ഒരുപാട് കാലം ജീവിച്ച ആളാ. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ ഞാൻ തന്നെ ഞെടുങ്ങിപ്പോയിട്ടോ. ഇത് നമ്മുടെ ഞണ്ടും സേമനും. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് മേടിച്ചത്, അവിടെ വലിയ പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ചുള്ളത്. ഭയങ്കര വിലയാണ്. ഞങ്ങള് 3 ആള് തിന്നാൻ തീരുമില്ല. പിന്നെ ഫിഷും ഞണ്ടെണ്ണം കഴിക്കും, മറ്റേ സേമനൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല, ഇനി പോന്നു. ഇതൊക്കെയാണ് നമ്മുടെ കേക്ക് ഐറ്റംസ്. ബട്ട് ജയജൂട്ടിന് ഒരു ചീസ് കേക്ക് മാത്രമേ എടുത്തുള്ളൂ. അവന് ചീസ് കേക്ക് മാത്രമേ അവിടുത്തെ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഒരു ചീസ് കേക്ക് വാങ്ങിയാണ്. ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ബേഗോ എന്ന് പറയും. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ഇവിടെ പോലെ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ ബ്രെഡ്, മുട്ട അങ്ങനത്തെ ഉള്ള. ബേഗോ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന സാധനമാണ്. ഇതൊക്കെ നമ്മുടെ വെറൈറ്റി ബേക്കറി സാധനങ്ങളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ബേക്കറിയുടെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എല്ലാം ബ്രെഡ് കൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നത്. ബ്രെഡിന്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ പൈനാപ്പിളിന്റെ കേക്കുകളാണ് കേട്ടോ. അതും ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇതൊക്കെ റെഡി ടു ഈറ്റ്, ജസ്റ്റ് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. സാലഡ് ഉണ്ട്, അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അതൊക്കെയാണ്. അതും നമ്മൾ വാങ്ങിയിട്ടില്ല. നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ. ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ പേര് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചിപ്സ് ഐറ്റംസും അല്ലാതെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നും നിങ്ങളുടെ പേര് പറയുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.
പിന്നെ ഇതൊക്കെ നമ്മുടെ ഫിഷ് ഐറ്റംസ് ആണ്. ഞാൻ വാങ്ങിയില്ല. വാങ്ങാത്തത് വേറൊന്നുമല്ല, വലിയ പാക്കേജും അതേപോലെ തന്നെ വിലയും. അത് മാത്രമല്ല, ഫിഷ് ഒന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം കഴിക്കേണ്ടി വരും. അതെനിക്ക് 1 വർഷം കഴിച്ചാലും തീരില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഈ ലാബ്സ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? അത് നമ്മുടെ നാട്ടിലും കണ്ടിട്ടില്ല. അതാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഹർഡാഗ് എന്ന് അറിയില്ലേ? ഗ്രൗണ്ടഡ് ബീഫും പിന്നെ ചിക്കനൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെയാണ്. അതൊരു സംഭവമാണ്. ഞാൻ ഫസ്റ്റ് അമേരിക്കയിൽ വന്നിട്ട് ഞാൻ കാസ്കോയിൽ പോയിട്ട്, സത്യത്തിൽ ഞാൻ കുവൈറ്റിലൊക്കെ ഒരുപാട് കാലം ജീവിച്ച ആളാണ്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ ഞാൻ തന്നെ മുടുങ്ങിപ്പോയിട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിക്കന്റെ കാല് നമ്മൾ കളയണ സാധനം ഇല്ലേ, ഈ വിരളും നഖമൊക്കെ ഉള്ളേ, അത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കിട്ടും. അത് മൊത്തം ചിക്കന്റെ സെക്ഷൻ കേട്ടോ. അങ്ങനെയാണ് ചിക്കൻ ഇരിക്കുന്നത്. ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെസ്നിയുടെ ഫേവറേറ്റ് സെക്ഷനാണ്. പിസ്താഷ്യോ, ക്യാഷോ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പിസ്താഷ്യോ ഇവിടെ ആരും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. നമ്മുടെ ജേജൂട്ടൻ പിസ്സ ഓർഡർ ചെയ്യുന്ന കേട്ടോ. അവന് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് പോയി ഓർഡർ ചെയ്തോന്നും പറഞ്ഞു ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. അവനുള്ള സാധനങ്ങൾ മുഴുവനും കാർട്ടിലെടുത്ത് വെച്ച് അവനെ കൊണ്ട് തന്നെ പുഷ് ചെയ്യിപ്പിക്കുകയാണ്. അവന് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ നല്ല ഉത്സാഹം, എല്ലാം ചെയ്തോളും. അതിനെ കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പുഷ് ചെയ്ത, മോമിക്ക് ഇത് അനക്കാൻ പറ്റില്ല, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ അവൻ തന്നെ പുഷ് ചെയ്യുന്ന കേട്ടതാ. You could tell how lazy my mom is because she's not helping. You cannot say you should that. not subscribe to her channel. She's mean. And she beats us every day. ഞാൻ ഹെൽപ്പ് ചെയ്യാത്തോണ്ട് ലേസി മോമി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഞൊടിഞ്ഞുകൊണ്ട് എല്ലാം എടുത്ത് ഇതാ ലോഡ് ചെയ്ത് കഴിയാൻ പോണു. എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞൊടിയുന്നുണ്ടൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് സാധനങ്ങളുള്ളത് തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാത്തോണ്ടാട്ടോ. പുള്ളിക്കാരൻ ഇച്ചിരി എന്നാൽ ഞാൻ എല്ലാം പറയും പോലെ തന്നെ വീണ്ടും പറയാണ്, എല്ലാവരും സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി. ഒരുപാട് താങ്ക് യു. എൻ്റെ ഫാമിലിയുടെയും ബാബാസും ജേജൂട്ടിനും ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഞാനിപ്പോൾ ഡ്യൂട്ടി സ്ഥലത്താണ്, അതുകൊണ്ടാണ് അവരില്ലാത്തത്. അപ്പോൾ എല്ലാവരോടും വീണ്ടും താങ്ക്സ്.